നമസ്കാരം. അജയ്യൻ എന്ന് കരുതിയ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ വിസ്മയം ഇന്ന് തകർന്നടിഞ്ഞ സാമ്രാജ്യത്തിന് മുന്നിൽ നിശബ്ദനായി നിൽക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഒരാഴ്ച പിന്നിട്ടപ്പോൾ CPIM-നകത്തും ഇടത് മുന്നണിയിലും ഉയർന്നത് സമാനതകളില്ലാത്ത കലാപസ്വരങ്ങളാണ്. ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിന്ന് പരാജയത്തിന്റെ ആഴങ്ങളിലേക്ക് പതിച്ച പിണറായി വിജയന്റെ വീഴ്ചയുടെ ദൃശ്യങ്ങളാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വിജയപന്തൽ ഉയർന്നിരുന്നു. പിറ്റേ ദിവസം മന്ത്രിസഭാ യോഗവും പത്രസമ്മേളനവും നിശ്ചയിച്ചു. താൻ തോൽക്കില്ലെന്ന അമിത ആത്മവിശ്വാസത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ സൂക്കേടെന്നും അജണ്ടയെന്നും വിളിച്ചാക്ഷേപിച്ച ആ പഴയ പിണറായിയെ അല്ല ഇന്ന് കേരളം കാണുന്നത്. തന്റെ ഉരുക്കുകോട്ടയായ ധർമ്മടത്ത് പോലും അടിപതറി. ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. തോൽവിക്ക് പിന്നാലെ 4 ദിവസം മുറിക്കുള്ളിൽ അടച്ചിരുന്ന പിണറായിക്കൊടുവിൽ ഫേസ്ബുക്കിലൂടെ തോൽവി സമ്മതിക്കേണ്ടിയും വന്നു. അത് അദ്ദേഹം എഴുതിയതല്ലെന്നും ഓഫീസിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വിട്ടതാണെന്നുമുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചരിത്രത്തിന് സാക്ഷിയായി. ഇത്രകാലം പിണറായിയുടെ ഒരു നോട്ടത്തിൽ വിറച്ചിരുന്ന നേതാക്കൾ ഒന്നടങ്കം അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടി. സെക്രട്ടേറിയറ്റ് യോഗം പിണറായി എന്ന വ്യക്തിയുടെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കുന്നതായിരുന്നു. മുൻപൊക്കെ പിണറായി കൈ ഉയർത്തിയാൽ സംസാരം നിർത്തിയിരുന്ന നേതാക്കൾ അന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഭരണപരാജയങ്ങൾ എണ്ണിപ്പറഞ്ഞു. തോറ്റവർ തന്നെ പാപഭാരം ചുമക്കുന്നത് കൊണ്ട് പിണറായിയെ പൂർണ്ണമായി തള്ളാൻ ചിലർ മടിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവാകാൻ താനില്ല എന്ന് തുറന്നു പറയാൻ പോലും കഴിയാത്ത വിധം അദ്ദേഹം മാനസികമായി തകർന്നിരുന്നു. മട്ടന്നൂരിൽ നിന്ന് തന്നെ മനഃപൂർവ്വം മാറ്റിയതാണെന്നും വടകരയിൽ തോൽക്കാൻ വിട്ടതിലും പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് KK ശൈലജ പൊട്ടിത്തെറിച്ചതായാണ് വിവരം. കണ്ണൂരിലെ പാർട്ടി ഗ്രസിച്ച രോഗത്തെക്കുറിച്ചും യോഗത്തിൽ രൂക്ഷമായ ചർച്ച നടന്നു. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് മുഖ്യവരെ സംരക്ഷിച്ചതും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ തളിപ്പറമ്പിൽ കെട്ടിയിറക്കി തോൽവിയിരുന്ന് വാങ്ങിയതും പിണറായിക്ക് നിശബ്ദനായി കേട്ടിരിക്കേണ്ടി വന്നു. കരിമണൽ കർത്താക്കളുടെയും തങ്കു ബ്രദർമാരുടെയും ഇഷ്ടക്കാരനായി മാറിയ മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് എത്രമാത്രം അകന്നു എന്നതിന്റെ തെളിവാണ് ഇത്തവണത്തെ ഫലം. മക്കൾക്ക് വേണ്ടി വഴിവിട്ട രീതിയിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തിയും മകനെ സുരക്ഷിതനാക്കാൻ നടത്തിയ നീക്കങ്ങളും വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയ അമർഷം തിരിച്ചറിയുവാൻ വൈകിപ്പോയി. തന്റെ നാട്ടുകാർ പോലും തന്നെ വെറുക്കുന്നുവെന്ന സത്യം ധർമ്മടത്തെ വോട്ടിംഗ് മെഷീനുകളിൽ പിണറായി ബോധ്യപ്പെടുത്തി. അരനൂറ്റാണ്ടുകാലം അധികാരത്തിന്റെ ശീതളച്ചായയിൽ ദാസന്മാരാൽ ചുറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന പിണറായി വിജയന്റെ മതിഭ്രമം ഒടുവിൽ മാറിയിരിക്കുന്നു. കുത്തിത്തിരിപ്പുകാരെന്ന് വിളിച്ച് അദ്ദേഹം ആക്ഷേപിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഉത്തരമില്ലാതെ അദ്ദേഹം തല താഴ്ത്തുന്നു. അധികാരമില്ലാതെ, പോലീസിന്റെ അകമ്പടികളില്ലാതെ, മുന്തിയ ഹോട്ടലുകളിലെ സുഖ സൗകര്യങ്ങളില്ലാതെ സാധാരണക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനായി ജീവിക്കാൻ പിണറായിക്ക് കഴിയുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. വിമർശനങ്ങളെയും തിരുത്തലുകളെയും ഭയപ്പെട്ടിരുന്ന ഒരു ഭരണാധികാരിയുടെ പതനം പൂർണ്ണമായിരിക്കുകയാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കണ്ണീരണിഞ്ഞ പിണറായി വിജയൻ പാർട്ടിയിൽ ഇനി എത്ര കാലം പ്രസക്തനായി തുടരും? അമേരിക്കയിലെ ചികിത്സയും മക്കളുടെ ബിസിനസ് സാമ്രാജ്യവും എലോൺ മസ്കിനെയും അംബാനിയും വെല്ലുന്ന ആഡംബര ഹോട്ടൽ താമസവും ജനങ്ങൾക്കിടയിൽ എത്രത്തോളം വെറുപ്പുണ്ടാക്കിയെന്ന 2026 വോട്ടെണ്ണലിൽ കേരളം കാണിച്ചു കൊടുത്തു. അധികാരത്തിന്റെ അകമ്പടികളില്ലാതെ, ഉപദേശകന്മാരില്ലാതെ ഇനി പിണറായി എങ്ങനെ മുന്നോട്ട് പോകും? പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ഏറ്റെടുക്കാൻ മടിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് മുന്നിലാണ്. തന്റെ അവസാനത്തെ രാഷ്ട്രീയ അഭയസ്ഥാനമായി അദ്ദേഹം കാണുന്ന ഡൽഹിയിലും കാര്യങ്ങൾ അനുകൂലമല്ല. അരനൂറ്റാണ്ടുകാലം അധികാരത്തിന്റെ ശീതളച്ചായയിൽ ജീവിച്ച പിണറായി വിജയന് ഇനി സാധാരണക്കാരനായ ഒരു പാർട്ടി മെമ്പർ മാത്രമായി ഒതുങ്ങാൻ കഴിയുമോ? കേരളത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ നടക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും മുതിർന്ന നേതാക്കൾ പരസ്യമായി കലാപക്കൊടി ഉയർത്തിയതും യോഗത്തിൽ സജീവ ചർച്ചയാകും. AKG ഭവനിലെത്തിയ പിണറായി വിജയനോട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പിന്നെ കാണാമെന്ന ഒറ്റവാക്കിൽ അദ്ദേഹം ഒഴിഞ്ഞുമാറി. എന്നാൽ ഇക്കാര്യത്തിൽ പിണറായിയുടെ തീരുമാനം എന്തായാലും അത് PBയെ അറിയിക്കേണ്ടി വരും. അതേസമയം താഴെത്തട്ടിൽ പാർട്ടി അണികൾക്കിടയിൽ പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ഏകാധിപത്യ ശൈലിക്കും വർഗീയ നിലപാടുകൾക്കുമെതിരെ 24 പേരാണ് പാർട്ടി വിട്ടത്. 2 ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടരാജി. CPMന്റെ സംഘടനാ സംവിധാനം തകർന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. പാർട്ടിയിൽ മറ്റുള്ളവർ ജില്ലാ സെക്രട്ടറിയുടെ ഔദാര്യത്തിലാണ് നിൽക്കുന്നതെന്ന നിലപാടിനെതിരെയാണ് ഈ പ്രതിഷേധം. നേതൃത്വത്തോടുള്ള അതൃപ്തി മലപ്പുറത്തും അലയടിക്കുന്നുണ്ട്. പിണറായിയുടെയും കോവിന്ദിന്റെയും ശൈലി വെല്ലുവിളിച്ച് PG ആർമി വീണ്ടും തെരുവിൽ സജീവമായിരിക്കുന്നു. വർത്തമാനകാലം ആവശ്യപ്പെടുന്നത് വാക്കുകളല്ല, പ്രതിരോധത്തിന്റെ കരുത്താണ്. ആ കരുത്തോടെ PJ വരട്ടെ എന്നെഴുതിയ ഫ്ലക്സുകൾ പിണറായിയുടെ വ്യക്തിപൂജയ്ക്കെതിരെയുള്ള കൃത്യമായി മറുപടിയാണ്.
പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ PBയിൽ കടുത്ത ചർച്ചകൾ നടക്കുമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയിരുന്നു. ഒന്നുകിൽ പിണറായി സ്വയം ഒഴിഞ്ഞുമാറണം, അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്താക്കപ്പെട്ട ജനപിന്തുണയുള്ള നേതാക്കളെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തിപ്പെടുകയാണ്. അധികാരത്തിന്റെ ഗർവ ജനങ്ങൾ തകർത്തപ്പോൾ പാർട്ടിക്കകത്തും പിണറായി വിജയൻ ഇന്ന് ഒറ്റപ്പെടുകയാണ്. ഡൽഹിയിൽ PB എന്ത് തീരുമാനമെടുക്കും? കേരളത്തിലെ ഈ രാജ്യപരമ്പരകൾ പാർട്ടിയെ എവിടെ എത്തിക്കും? പിണറായി യുഗത്തിന് അന്ത്യം കുറിച്ച് പുതിയൊരു നേതൃത്വം ഉയർന്നു വരുമോ? വരും മണിക്കൂറുകളൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിന് അത് നിർണായകമാണ്. ഈ പതനത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതാകട്ടെ ഒരുപക്ഷെ മൈക്ക് ഓപ്പറേറ്ററായ S. രഞ്ജിത്ത് ആയിരിക്കും. ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിലെ മൈക്ക് തടസ്സത്തിന്റെ പേരിൽ പോലീസ് അനാവശ്യമായി കേസെടുത്ത് വേട്ടയാടിയ വ്യക്തിയാണ് അദ്ദേഹം. പൊതുസുരക്ഷയിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച സ്വമേധയാ കേസെടുത്ത പോലീസ് നടപടിക്ക് കാലം കരുത്തിവെച്ച മറുപടിയാണ് ഈ തോൽവി. പിണറായി ഭരണം പോയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് രഞ്ജിത്ത് തുറന്നു പറയുമ്പോൾ അത് സാധാരണക്കാരന്റെ നീതിയായി മാറുന്നു. എലോൺ മസ്കിനെയും അംബാനിയും വെല്ലുന്ന രീതിയിലുള്ള ആഡംബര ജീവിതം നയിച്ച പിണറായി വിജയൻ ദരിദ്രനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് കോടീശ്വരന്മാരുടെ തോഴനായി മാറിയത് ജനങ്ങൾക്കിടയിൽ വലിയ ആമർശമുണ്ടാക്കുന്നു. മകൾക്കും മകനും വേണ്ടി അധികാരം ഉപയോഗിച്ച് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തതും കരിമണൽ കർത്താക്കളുമായുള്ള ബന്ധവും വോട്ടർമാർ കൃത്യമായി തിരിച്ചറിഞ്ഞു. അധികാരത്തിന്റെ ഗർവ് ജനങ്ങൾ തകർത്തപ്പോൾ പാർട്ടി അകത്തും പുറത്തും പിണറായി വിജയൻ ഇന്ന് ഒറ്റപ്പെടുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഏറ്റെടുക്കാൻ മടിച്ചു നിൽക്കുന്ന അദ്ദേഹം ഇനി കേരള രാഷ്ട്രീയത്തിൽ എത്ര കാലം പ്രസക്തനായി തുടരുമെന്ന് കണ്ടറിയണം. സാധാരണക്കാരനെ ചവിട്ടിമതിച്ചവർക്ക് ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയാണ് 2026 ഈ തെരഞ്ഞെടുപ്പ് ഫലം. അധികാരത്തിന്റെ ഹുങ്കിൽ മാധ്യമങ്ങളെയും ജനങ്ങളെയും പുച്ഛിച്ചു തള്ളിയതായിരുന്നു പിണറായി വിജയന്റെ ശൈലി. മൈക്കൊന്ന് മൂളിയാൽ പോലും സാധാരണക്കാരനായ തൊഴിലാളിയെ കേസിൽ കുടുക്കി വേട്ടയാടിയ പോലീസ് രാജ്, കരിങ്കൊടി കാട്ടിയാൽ ക്രിമിനലുകളെ വിട്ട് തല്ലിച്ചതച്ച രക്ഷാപ്രവർത്തനം, ഇവയെല്ലാം ഒരു ഭരണാധികാരിയുടെ ഭയത്തിൽ നിന്നുണ്ടായ ധാർഷ്ട്യമായിരുന്നു. തനിക്ക് മുന്നിൽ ശിരസ് കുനിക്കുന്ന ദാസന്മാരെ മാത്രം ചുറ്റും നിർത്തി അദ്ദേഹം ഒരു സമാന്തര സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ കുടുംബത്തിന് വേണ്ടി പണയം വെച്ച നേതാവെന്നാകും ചരിത്രം പിണറായി രേഖപ്പെടുത്തുക. മകനെ സുരക്ഷിതനാക്കാൻ ഭരണയന്ത്രം തിരിച്ചതും കേരളം കണ്ടു. പാർട്ടിക്കാൾ വലിയവരാണ് താനെന്ന മതിഭ്രമം പിണറായി ഗ്രസിച്ചു. KK ശൈലജയെ പോലുള്ള ജനകീയ നേതാക്കളെ വെട്ടിനിരത്തിയും ക്യാപ്റ്റൻ എന്ന PR ഏജൻസി പദവിയിൽ അഭിരമിച്ചും അദ്ദേഹം പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം കൊന്നൊടുക്കി. ഒടുവിൽ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ പോലും അണികൾ ലഹളയ്ക്കൊരുങ്ങുന്നതും പാലക്കാട്ടെയും മലപ്പുറത്തെയും കൂട്ടരാജിയും ആ ഏകാധിപത്യത്തിനേറ്റ പ്രഹരങ്ങളാണ്. ഡൽഹിയിൽ PBക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കുമ്പോഴും മാധ്യമങ്ങളോട് പിന്നെ കാണാമെന്ന് പറയാനുള്ള അഹങ്കാരം അദ്ദേഹം ബാക്കി വെക്കുന്നു. എന്നാൽ തന്റെ നാട്ടുകാർ പോലും തന്നെ വെറുക്കുന്നുവെന്ന് ധർമ്മടത്തെ വോട്ടർമാർ അദ്ദേഹത്തെ പഠിപ്പിച്ചു കഴിഞ്ഞു. അധികാരമില്ലാതെ അകമ്പടി വാഹനങ്ങളുടെ സൈറണുകളില്ലാതെ ആഡംബരങ്ങളില്ലാതെ ഇനി ഈ രാജാവിന് എത്ര കാലം പിടിച്ചു നിൽക്കാനാകും?